അധ്യാത്മരാമായണം ബാലകാന്ഡം 5-ാം ദിവസം. രാവണാദികളായ വീരരാക്ഷസന്മാരുടെ ഭാരം കാരണം തീവ്ര ദുഃഖത്തിലായ ഭൂമിദേവി പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോട് താപസന്മാരോടും കൂടി ബ്രഹ്മലോകത്ത്. ഭൂമിദേവി ബ്രഹ്മാവിനോട് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഇത് കേട്ട ബ്രഹ്മാവ് അല്പനേരം ചിന്തിച്ച ശേഷം ദൈവനായകനായ വിഷ്ണുവിനോട് ചെന്ന് പറയുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് മനസ്സിലാക്കി. ശിവന്റെ രാമകഥാ വിവരണം. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭരണേ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവത താപസഗണത്തോടും സരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല. സരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട്, ആരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോ. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചേടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കെൻപോടു കാണായി വന്നു. പത്മലോചനനായ പത്മനാഭനെ മോദാ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരനാനപൂർണ ചന്ദ്രമണ്ഡല മരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമ മന്ദിരാരാമ മനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനോത്സവം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സസോത്സവിദം.